അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖുംതു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബദഅ ഫസ്താക വതവല്ലഅ ثم قام فصلى فبدأ فاستفتح من البقرة لا يمر بآية رحمة إلا وقف وسأل ولا يمر بآية عذاب إلا وقف يتعوذ. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ നമസ്കരിക്കാൻ നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ല് തേച്ച് ഒളു എടുത്ത് നമസ്കാരം ആരംഭിച്ചു. സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുമ്പോൾ കാരുണ്യത്തിൻ്റെ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ പാരായണം നിർത്തി അള്ളാഹുവോട് അത് ചോദിച്ചു. ശിക്ഷയുടെ ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിർത്തി അള്ളാഹുവോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ രക്ഷ തേടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കാരത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഈ ഹദീസിൽ വ്യക്തമാക്കുന്നത്. ഇമാം നസായി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ചേർത്ത ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ബഖറ ഓതിയാലും ആലി ഇമ്രാൻ ഓതിയാലും നിസ ഓതിയാലുമെല്ലാം ഏതെങ്കിലും സന്തോഷത്തെക്കുറിച്ച് പരാമർശമുള്ള സുവാർത്തയുള്ള ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അത് കൊതിക്കുകയും ചെയ്തു. ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന പരാമർശമുള്ള ആയത്തിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും രക്ഷ തേടുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ രാത്രി നമസ്കാരത്തിന് നിന്ന സംഭവം പറയുന്ന കൂട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങളും, കാരുണ്യത്തിന്റെ ആയത്തിലൂടെ കടന്നു പോയാൽ അത് ചോദിക്കുകയും ശിക്ഷയുടെ ആയത്തിലൂടെ കടന്നു പോയാൽ രക്ഷ തേടുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞ ശേഷം ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, വൈദാ മറബി ആയത്തിൻ ഫിഹ തൻസീഹുൻ ലില്ലാ തആല സബ്ബഹ്. അള്ളാഹുവെ വിശുദ്ധീകരിക്കുന്ന ആയത്തിലൂടെ, അള്ളാഹുവെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കടന്നു പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ തസ്ബീഹ് ചൊല്ലുമായിരുന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഇങ്ങനെയായിരുന്നു. ഓതുന്നതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പാരായണം. എന്തെങ്കിലും കാരുണ്യത്തിന്റെ പരാമർശം വരുമ്പോൾ, സ്വർഗത്തെക്കുറിച്ച പരാമർശം വരുമ്പോൾ, സന്തോഷത്തെ സംബന്ധിച്ച പരാമർശം വരുമ്പോൾ, സുവാർത്ത വരുമ്പോൾ അതിനെ അള്ളാഹുവോട് ചോദിച്ച, അത് കൊതിച്ച് പ്രാർത്ഥിച്ച പാരായണം. നരകത്തെക്കുറിച്ച പരാമർശം വരുമ്പോൾ, ശിക്ഷയെക്കുറിച്ച പരാമർശം വരുമ്പോൾ അള്ളാഹുവെ അതിലെന്നെ ഉൾപ്പെടുത്തരുത് എന്ന് തേടിയ പാരായണം. അള്ളാഹുവെ പ്രകീർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം വരുമ്പോൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്ത പാരായണം. അങ്ങനെ ഖുർആന്റെ കൂടെ സഞ്ചരിച്ച പാരായണമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത്. അബ്ദുറഹ്മാൻ ഇബ്നു അബി ലൈല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ നരകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്തിലൂടെ കടന്നു പോയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നരകത്തിൽ നിന്നും അള്ളാഹുവോട് രക്ഷ തേടി പ്രാർത്ഥിച്ചു എന്ന്. അഊദു ബില്ലാഹി മിനൻ നാർ, നരകത്തിൽ നിന്നും ഞാൻ അള്ളാഹുവോട് അഭയം തേടുന്നു എന്ന് ദുആ ചെയ്തു എന്ന്. ഇങ്ങനെ ആവണം ഓരോ വിശ്വാസിയുടെയും ഖുർആൻ പാരായണം. ഖുർആന്റെ കൂടെ സഞ്ചരിച്ച് എന്താണോ ഓതുന്ന ആയത്തിന്റെ തേട്ടം അതനുസരിച്ച് പ്രാർത്ഥിക്കുന്ന
പ്രകീർത്തിക്കുന്ന, രക്ഷ തേടുന്ന, ഖുർആന്റെ കൂടെ സഞ്ചരിക്കുന്ന വിശ്വാസിയായി മാറാൻ ഓരോരുത്തർക്കും സാധ്യമാകണം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തത്. അങ്ങനെ തന്നെയാണ് സ്വഹാബ കിറാമും ഖുർആൻ പാരായണം ചെയ്തത്. അതുപോലെ ആവണം നമ്മുടെയും പാരായണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.